ഹലോ, ഇതെന്തപ്പോൾ പുട്ടല്ലേ? ഇതൊരു സ്പെഷ്യലൊന്നല്ലല്ലോ അല്ലേ? ഇതേ നമ്മൾ കൊള്ളി കൊണ്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. കൊള്ളിപ്പുട്ട് പച്ചക്കൊള്ളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കൊള്ളി നന്നായി കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കേണ്ടി വരും. ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ കണ്ടോ ഒരു വെള്ള കളറാണ്. അതൊക്കെ മാറി നല്ല തെളിഞ്ഞ വെള്ളമാവണ വരെ കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നന്നായി ഒന്നൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം നനവുള്ളത് കൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും തളിക്കണ്ട. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണേ. നന്നായി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ പുട്ടുണ്ടാക്കേണ്ട കാര്യം ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണ പോലെ ഇതാ പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നന്നായി ആവിയൊക്കെ വന്ന് അത് വാങ്ങി ഇതാ പുട്ട് ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കറികൾ കൂട്ടി കഴിക്കാനായാലും കുഴപ്പമില്ല. കൊള്ളി കിട്ടുമ്പോൾ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് പുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ പച്ചയ്ക്ക് ഉണ്ടാക്കണതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എൻ്റെ ഇന്നത്തെ കോമ്പിനേഷൻ കൊള്ളിപ്പുട്ടിൻ്റെ കൂടെ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.